നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ 500 വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ സൈക്കിൾ വിതരണം നടത്തി. റഷ്യയിൽ കൊല്ലപ്പെട്ട കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. കരിങ്കല്ല് കയറ്റി വന്നിരുന്ന ലോറിയുടെ പിൻചക്രങ്ങൾ ഊരിത്തെറിച്ചു. ഒഴിവായത് വൻ അപകടം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ആഘോഷിച്ചു. സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലാ ടീമിന് 2ാം സ്ഥാനം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ 500 വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ സൈക്കിൾ വിതരണം നടത്തി. ചാലക്കുടി അവാർഡിന്റെ നേതൃത്വത്തിൽ ജൈത്ര ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് +2 വരെയുള്ള 500 വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ സൈക്കിൾ നൽകുന്ന പെഡൽ ടു പ്രോഗ്രസ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. ഗ്രീൻ എനർജി പ്രൊജക്ടിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥി ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈത്ര ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് അവാർഡ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 500 വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിനായി 40 ലക്ഷം രൂപയാണ് അവാർഡിന്റെ നേതൃത്വത്തിൽ ചെലവഴിച്ചത്. ജൈത്ര ഫൗണ്ടേഷൻ ഡയറക്ടർ TB മനോജിനെ യോഗത്തിൽ ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹനാൻ ആദരിച്ചു. TB മനോജ്, നോർത്ത് ചാലക്കുടി പള്ളി വികാരി ഫാദർ ജോസഫ് തെക്കേതല, ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻ VO പൈലപ്പൻ, ചാലക്കുടി നഗരസഭാ കൌൺസിലർ സൂസമ്മ ആന്റണി, ലൈജു പെരേപാടൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പിൽ സ്വാഗതവും അവാർഡ് സെക്രട്ടറി കം ട്രഷറർ ഫാദർ ജെയിൻ കടവിൽ നന്ദിയും പറഞ്ഞു. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് ഒരു അഭയഭവൻ ഉദ്ഘാടനം ചെയ്യുന്ന തലത്തിൽ നമ്മുടെ തട്ടിൽപിതാവിനോടൊപ്പം പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. പെഡൽ ടു പ്രോഗ്രസ് സ്വാഗത പ്രസംഗത്തിൽ സിനുവച്ചൻ സൂചിപ്പിച്ചു പോലെ ഇതൊരു പ്രകൃതി സംരക്ഷണ പ്രവർത്തനവും കൂടിയാണ്. ദൈവത്തിൽ വിശ്വസിക്കണം, മനുഷ്യരെ ബഹുമാനിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രകൃതിയെ ആദരിക്കണമെന്നുള്ളത്. റഷ്യയിൽ കൊല്ലപ്പെട്ട കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തിനെ അറിയിച്ചു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങിയത്. 1.5 മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കുമൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സന്ദീപും മറ്റ് 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്.
ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരമറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കരിങ്കല്ല് കയറ്റി വന്നിരുന്ന ലോറിയുടെ പിൻചക്രങ്ങൾ ഊരിത്തെറിച്ചു. ഒഴിവായത് വൻ അപകടം. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പുന്നംപറമ്പ് സെന്ററിന് സമീപത്തായിരുന്നു അപകടം. കുണ്ടുകാട്ടിൽ നിന്നും കരുമത്രയിലേക്ക് കരിങ്കല്ല് കയറ്റി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചക്രം ഊരിപ്പോയതിനെ തുടർന്ന് വാഹനം നടുറോഡിൽ നിർത്തേണ്ടി വന്നതിനാൽ കരുമത്ര താണിക്കുടം റൂട്ടിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,50,800 രൂപ ചെലവിൽ നടപ്പാക്കുന്ന പട്ടികജാതി മേഖലയിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും താൽപര്യമുള്ള മറ്റു രംഗത്തും സഹായിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന 5 പഠന കേന്ദ്രങ്ങളിലേക്കുള്ള 5 ട്യൂട്ടർമാരെയും ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു. ആലത്തൂർ സാംബശിവൻ നഗറിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബീന സുരേന്ദ്രൻ, കാർത്തിക ജയൻ, MK ശൈലജ ടീച്ചർ, കവിത സുനിൽ, TK സതീശൻ, A രാജീവ്, G സബിത, KK സത്യൻ, TR ലാലു, R ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് സ്വാഗതവും പറപ്പൂക്കര LP സ്കൂൾ പ്രധാന അധ്യാപിക MV ജയ നന്ദിയും പറഞ്ഞു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ആഘോഷിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം മയിൽപീലി ആഘോഷിച്ചു. എഴുത്തുകാരനും സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ സുധീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, ഹെഡ് മിസ്ട്രസ് MV ഉഷ, വാർഡ് മെമ്പർ പുഷ്പാകരൻ ഒറ്റാലി, PTA വൈസ് പ്രസിഡന്റ് TG ശ്രീജിത്ത്, MPTA പ്രസിഡന്റ് റീന റെക്സിൻ, SMC ചെയർമാൻ TR സുരേഷ് ബാബു, OSA ചെയർമാൻ KN ജയപ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൂട്ടുകാരെല്ലാം കൂട്ടുകാരെ കൂടെ നടക്കണ കൂട്ടുകാരെ കൂട്ടം തെറ്റിട്ടൊന്നും താഴെ വീഴും നേരം കയ്യെ പിടിക്കണ കൂട്ടുകാരെ കൈ താങ്ങായി മാറണ കൂട്ടുകാരെ. സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലാ ടീമിന് 2ാം സ്ഥാനം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 17 വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിലാണ് തൃശൂർ ജില്ലാ ടീം 2ാം സ്ഥാനം നേടിയത്. ടീം മാനേജർ സബീഷ് മാസ്റ്റർ, കോച്ചുമാരായ ജോസ് റാഫേൽ, രാഹുൽ, അധ്യാപകരായ സുനിത, ഷിൻഡു എന്നിവരുടെ നേതൃത്വത്തിലാണ് ടീം മത്സരത്തിന് പങ്കെടുത്തത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കേച്ചേരി ചിറനെല്ലൂർ സ്വദേശി കോനിക്കര വീട്ടിൽ 40 വയസ്സുള്ള സെബിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നിരവധി തവണ ഭീഷണിപ്പെടുത്തി ഇയാൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. പെൺകുട്ടി ബന്ധുക്കളോട് പീഡന വിവരം പറഞ്ഞതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കൌൺസിൽ തലോർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കൌൺസിൽ തലോർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
കേരള കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് കൌൺസിൽ തലൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. NK മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തലൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് K സത്യവ്രതൻ, CPI നെന്മണിക്കര ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി NM മനീഷ്, മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്ണ ഗോപാലൻ, EG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പുന്നയൂർ സ്വദേശി അറസ്റ്റിൽ. പുന്നയൂർ സ്വദേശി 26 വയസ്സുകാരൻ ശ്രീജിലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെൺസുഹൃത്ത് വഴി പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച പ്രതി കളശമലയിൽ കൊണ്ടുപോയി പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7095 രൂപ, പവന് 56,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടിയിൽ 500 വിദ്യാർത്ഥികൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ സൈക്കിൾ വിതരണം നടത്തി. റഷ്യയിൽ കൊല്ലപ്പെട്ട കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. കരിങ്കല്ല് കയറ്റി വന്നിരുന്ന ലോറിയുടെ പിൻചക്രങ്ങൾ ഊരിത്തെറിച്ചു. ഒഴിവായത് വൻ അപകടം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ആഘോഷിച്ചു. സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലാ ടീമിന് 2ാം സ്ഥാനം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.